നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ യാത്രക്കാരുടെ യുഎയിലേക്കുള്ള യാത്രാ വിലക്ക് തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലെ സ്ഥിതി തുടരുമെന്നും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യയിൽ നിന്ന് യുഎയിലേക്ക് സർവീസ് ഉണ്ടാവില്ലെന്നും യുഎഇ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതർ ഇതോടെ വ്യക്തമാക്കി. ഉടൻ തന്നെ യുഎഇയിൽ എത്താമെന്നുള്ള മലയാളികൾ അടക്കമുള്ള പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് ഇതോടെ മങ്ങലേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും ഇതിനനുസരിച്ചുള്ള തീരുമാനം അറിയിക്കുമെന്നും GCCA അറിയിച്ചിട്ടുണ്ട്. ഇതോടെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ യുഎഇ പ്രവേശനം അനിശ്ചിതമായി നീളുമെന്നുള്ള കാര്യം ഉറപ്പായി. നേരത്തെ യുഎയിലേക്ക് നേരിട്ടുള്ള പ്രവേശന വിലക്ക് അവസാനിച്ചെന്ന അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും യാത്രാ മാനദണ്ഡങ്ങളിലെ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ജൂലൈ 6 വരെ സർവീസ് നടത്തേണ്ടതില്ല എന്ന് പ്രധാന വിമാന കമ്പനികൾ തീരുമാനമെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യയിലേക്ക് യാത്രാ വിമാനങ്ങൾ ഉണ്ടാകില്ലെന്ന ഔദ്യോഗിക അറിയിപ്പും പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് പുതിയ അറിയിപ്പ് ലഭിക്കാതിരുന്നതിനാൽ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളും ഏറെ നിരാശയിലാണ്. ശനിയാഴ്ച ആയിരുന്നു യാത്രാ അനുമതി നൽകിയിട്ടുള്ള ദുബൈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രഖ്യാപനം പുറത്തു വന്നത്. ഇതുപ്രകാരം നാളെ മുതലാണ് ദുബൈയിലേക്ക് യാത്രയ്ക്ക് അനുമതി ലഭിച്ചിരുന്നത്. 2 ഡോസ് വാക്സിൻ സ്വീകരിക്കണം, വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പുള്ള ഫലം നെഗറ്റീവ് ആയിരിക്കണം എന്നിവയാണ് യാത്രയ്ക്ക് അനുമതി ലഭിക്കാൻ വേണ്ട പ്രധാന ഉപാധികൾ. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ട സൗകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ജൂലൈ 6 വരെ ഇന്ത്യയിൽ നിന്ന് യുഎയിലേക്ക് സർവീസ് ഉണ്ടാവില്ലെന്നും വ്യക്തമായ യാത്രാ പ്രോട്ടോകോൾ ലഭിച്ച ശേഷം സർവീസ് പുനരാരംഭിക്കുമെന്നും എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചിരുന്നു. ട്വിറ്ററിലൂടെ യാത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അവർ വ്യക്തമാക്കിയത്. ജൂലൈ 23 മുതൽ സർവീസ് തുടങ്ങുമെന്നായിരുന്നു എമിറേറ്റ്സ് അറിയിച്ചിരുന്നത്. എന്നാൽ 2 ദിവസമായിട്ടും സർവീസ് തുടങ്ങാത്തതിനെ തുടർന്ന് യാത്രക്കാർ ട്വിറ്റർ വഴി ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് എമിറേറ്റ്സ് മറുപടി നൽകിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.